കലാപങ്ങളും കാലുഷ്യങ്ങളും നീതിത്തുലാസുകൾ നിർവഹിക്കപ്പെടുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു കാലത്ത്, ആ കാലം ഏതെന്ന് ചോദിച്ചാൽ നൂറ്റാണ്ടുകളോളം ഒരു സമൂഹത്തിന് നെറ്റിത്തടം പോയി പടച്ചവന്റെ സ്മരണകളിൽ സുജൂദ് ചെയ്തിരുന്ന ഒരു വലിയ മസ്ജിദിന്റെ താടികക്കുടങ്ങളെ തകർത്ത് തരിപ്പണമാക്കി തക്ബീറുകളാൽ മുഖരിതമായ ആരാധനാലയത്തിന്റെ മകുടങ്ങളെ തകർത്ത് തരിപ്പണമാക്കി അതിന്റെ താഴ്ഭാഗത്ത് വേറൊന്നിനു വേണ്ടി, വേറൊരു ദൈവത്തിനു വേണ്ടി ആരാധനാലയങ്ങൾ ഉയരുന്ന ഒരു കാലത്ത് ആരാധനാലയങ്ങൾ നിർമ്മിക്കപ്പെടേണ്ടത് അടിച്ചമർത്തപ്പെടുന്നവന്റെ കണ്ണുനീരുകളുടെ താടയല്ല എന്ന് ഓർമ്മിപ്പിക്കപ്പെടാൻ, ആരാധനാലയങ്ങൾക്ക് അതിൻ്റെതായ പവിത്രതയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താൻ, ആരാധനാലയങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ചാണ് പോകുന്നതെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടവന്റെ കണ്ണുനീരാൽ പടുത്തുയർത്തപ്പെട്ട ഒരു ആരാധനാലയത്തിൽ ദൈവത്തിന്റെ സാമീപ്യമില്ലെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ദുഃഖഭാരത്താൽ ഒരു സമൂഹം തലതാഴ്ത്തി കരയുമ്പോ നാം കേൾക്കുന്നത്, ആരുടെ നാട്ടിലാണോ നീതി നിഷേധിക്കപ്പെട്ടത് ആ നാടിന്റെ ഭരണാധികാരിയെ സ്നേഹാദരങ്ങളോടെ വിളിച്ചു വരുത്തി മുസ്ലിം സമൂഹത്തിന്റെ ഭൂരിപക്ഷം മുസ്ലിം സമൂഹം ഭരിക്കുന്ന ഒരു രാജ്യത്ത് അബുദാബിയിൽ ജോലി തേടി അന്നം തേടി വന്ന തന്റെ സഹോദര സമുദായങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി ആരാധനകൾ അർപ്പിക്കാൻ സർവ മനസ്സോടെ സർവസ്നേഹത്തോടെ ഒരു ആരാധനാലയ ക്ഷേത്രം പണിതു കൊടുത്ത അബുദാബിയുടെ ഭരണാധികാരിയുടെ വിശാല മനസ്കതയെ ലോകം ചർച്ച ചെയ്യുന്ന ഒരു പരിസ്ഥിതിയിലാണ് ഞാൻ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട കാലത്ത്, ഒരിടത്തും നീതിയില്ല എന്ന് പുലമ്പുന്ന കാലത്ത് ബൈത്തുൽ മുഖദ്ദസിന്റെ ഹബീബായ നബി തങ്ങളുടെ ഖുദ്സിന്റെ മോചനത്തിനു വേണ്ടി അമേരിക്കയുടെ ജാരസന്താനമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികളുടെ മുമ്പിൽ ഇടനെഞ്ചിലേക്ക് വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീഴുന്ന പ്രിയപ്പെട്ട മക്കളെയും നെഞ്ചോട് ചേർത്തുകൊണ്ട് ഖുദ്സിന്റെ മുറ്റത്തുകൂടി നടന്നു പോകുമ്പോ പാഞ്ഞു വരുന്ന കാർപ്പറ്റ് ബോംബുകളേറ്റ് ചിതറിത്തെറിച്ചു പോകുന്ന പ്രിയപ്പെട്ട പിഞ്ചുമക്കളെ നെഞ്ചോട് ചേർന്ന് അപകടത്തില് കൈകാലുകൾ നഷ്ടപ്പെട്ട 5 വയസ്സുകാരനെ ഓപ്പറേഷൻ ചെയ്യാൻ അൽഷിഫ ഹോസ്പിറ്റലിൽ എത്തിച്ചു നിർത്തിയിട്ട് വർഷങ്ങളായി മാസങ്ങളായി വെള്ളമില്ല, വൈദ്യുതിയില്ല, ആഹാരമില്ലാതെ നിലവിളിക്കുന്ന കണ്ണും മുറിവേറ്റിട്ട് ശരീരത്തിലൂടെ ഒടുകുന്ന രക്തച്ചാലുകളെ കൂട്ടിപ്പിടിച്ച് നിലവിളിക്കുന്ന ഒരു പാവപ്പെട്ട പിഞ്ചു പൈതലിന്റെ ഓപ്പറേഷൻ ചെയ്യാൻ ഐസിയുവിൽ കരണ്ടില്ലാത്തത് കൊണ്ട് ബാറ്ററിയിട്ട ടോർച്ച് തെളിച്ചു വെച്ചിട്ടത് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു ഫലസ്തീനിലെ 5 വയസ്സുകാരനെ ഓപ്പറേഷൻ നടത്തുന്ന ഫലസ്തീനിലെ ഡോക്ടർമാരടക്കം ഐസിയു യൂണിറ്റുകളില് ഈ പറയുന്ന ശ്വാസം നിഷേധിക്കപ്പെടുന്ന പാവപ്പെട്ട പിഞ്ചുകുട്ടികൾ മരിച്ചിട്ട് തണുത്തുറഞ്ഞു കിടക്കുന്ന പൊന്നുമക്കളുടെ മയ്യത്തെടുത്തു വെക്കാൻ സ്ഥലമില്ലാതെ ഐസ്ക്രീം കൊണ്ടുപോകുന്ന ലോറികളുടെ കണ്ടെയ്നറുകളിൽ പൊന്നുമക്കളുടെ മയ്യത്തുകൾ സൂക്ഷിച്ച ഫലസ്തീനിലെ പാവങ്ങള് ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ പറയുകയാണ്, ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന വർണ്ണവിവേചനത്തിന്റെ പേരിൽ ലോക സമൂഹം അകറ്റി നിർത്തിയ ഈ ശരീരത്തിന് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേര് കാലിൽ കിടക്കുന്ന ബൂട്ട്സിനേക്കാൾ കറുത്ത മനസ്സുള്ള വെള്ളക്കാരന്റെ വെടിയുണ്ടകളേറ്റ് പിടഞ്ഞു വീണ നിറത്തിന്റെ പേരിൽ നിന്നും ഫുട്ബോൾ കളങ്ങളിൽ ആക്ഷേപിക്കപ്പെടുന്ന ദക്ഷിണാഫ്രിക്കയുടെ ചുണക്കുട്ടന്മാരായ അഡ്വക്കേറ്റുകളാണ് ഫലസ്തീനിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഹേഗിലെ അന്താരാഷ്ട്ര കോടതിയിൽ വാദിച്ചത്. അവരെ പറയുന്നു, ഫലസ്തീനികൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു, ആ ഫലസ്തീനികളോട് നിങ്ങൾ കാണിക്കുന്നത് അനീതിയാണ്. അന്താരാഷ്ട്ര കോടതികളിലെ നീതി നിഷേധത്തിന് വേണ്ടിയുള്ള സമരം നടക്കുമ്പോ നമ്മുടെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നെറുകയിൽ ഒരു ന്യൂനപക്ഷ സമൂഹം നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നവര് അവകാശപ്പെടുമ്പോ തീർന്നില്ല സഹോദരാ. ആഗോളതലത്തിലും ദേശീയ തലത്തിലും എന്ന് മാത്രമല്ല, ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിലെ തക്കാളിപ്പെട്ടിയുടെ പല കൊണ്ടടിച്ച ഒരു കൊച്ചുകുള്ളിൽ നിന്ന് ഒരു പാവപ്പെട്ട അമ്മ ഇപ്പോഴും കരയുന്നുണ്ട്.
അവർക്ക് നീതി നിഷേധിക്കപ്പെട്ടു അത്രേ. അവരോട് ആരോ അനീതി കാണിച്ചു അത്രേ. 6 വയസ്സുള്ള പൊന്നുമോളെ പട്ടാപ്പകരെ കടന്നു വന്ന് മാനഭംഗം ചെയ്തെന്ന് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട 6 വയസ്സുകാരി പെണ്ണിനെ മാനഭംഗം ചെയ്തിട്ട് ജനലിൽ കെട്ടി തൂക്കിയ നരാധമന സെഷൻസ് കോടതിയുടെ ജഡ്ജി പ്രോസിക്യൂഷന്റെ തെളിവുകൾ അപര്യാപ്തമാണെന്ന് പറഞ്ഞു വെറുതെ വിടുമ്പോ, വണ്ടിപ്പെരിയാറിലെ കോടതി മുറിയിലെ തലതെല്ലിക്കരഞ്ഞ ഒരു വണ്ടിപ്പെരിയാറിലെ പാവപ്പെട്ട പേറ്റുമോ പറഞ്ഞ അമ്മയുണ്ട്. എവിടെ എന്റെ മക്കൾക്ക് നീതി? എവിടെ എന്റെ മക്കൾക്ക് നീതി? എവിടെ? ജനാലക്കമ്പിയിൽ പിടഞ്ഞു വീണ എന്റെ മോൾക്ക് അനീതിയാണെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഒരമ്മയുടെ കാലത്ത് ഒരു ചോർന്നലിക്കുന്ന ചെറ്റപ്പുറയിൽ ഒരു കയറിന്റെ 2 ഭാഗത്ത് തൂങ്ങി നിന്ന വാളയാറിലെ പെൺകുട്ടികളുടെ അമ്മ എല്ലായിടത്തും അനീതിയെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുമ്പോ, നീതി തുലാസുകൾ സ്വാധീനത്തിന് വഴങ്ങുന്ന കാലത്ത്, എല്ലാ നീതിയുടെ വെളിച്ചവും നഷ്ടപ്പെട്ടു പോകുന്ന കാലത്ത് നിങ്ങൾ വെള്ളിയാഴ്ച മിമ്പറിൽ പറയണേ, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലാഹു നിങ്ങളോട് നീതിക്ക് വേണ്ടി നിലനിൽക്കാൻ പറയുകയാണ്. സഹോദരങ്ങളെ, എന്തിനാണ് നീതി തുലാസ്? ലോകാവസാനത്തിന്റെ അടയാളമായി നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇമാം മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വരവെന്തിനു വേണ്ടിയാണ്? സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അത് ദജ്ജാലിനെ കൊല്ലാനല്ല, ഈസാ നബിയെ സ്വാഗതം ചെയ്യാനല്ല. ഈ ബഹുമാനപ്പെട്ട ഇമാം മഹ്ദി വരുന്നത് ഈ ലോകത്ത് നീതി നടപ്പാക്കാനാണ് ഇമാം മഹ്ദി വരിക. മഹ്ദി വരുന്നത് പോലും ഈ അനീതിയുടെ കാലത്താണ്. അതുകൊണ്ട് മഹ്ദി വരാറായി. നീതി നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് നന്നായിട്ട് മനസ്സിലായിക്കോളി. ഈ കാലത്ത് നമ്മൾ വാചാലമാകേണ്ട ഒരു വിഷയം, നീതി തുലാസുകൾ തകർക്കപ്പെടുന്നു. നീതിദേവത കണ്ണടയ്ക്കുന്നു. അനീതിയുടെ വക്താക്കളെല്ലാം നിലവിളിക്കുന്നു. എന്നാണ് നീതി തെളിയുക? നീതിയുടെ പുനരുദ്ധാരണം വരുമ്പോൾ മഹാനായ ഇമാമുന മഹ്ദി അലൈഹിസ്സലാത്തു വസ്സലാം, ഇമാം മഹ്ദി വരുന്ന ഒരു കാലമുണ്ട്. ഇമാം മഹ്ദി വരുന്നത് എന്തിനാ? സഹോദരങ്ങളെ, ലോകാവസാനത്തിന്റെ വലിയൊരു അടയാളത്തെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഇമാം മഹ്ദി വരുന്നതിന്റെ ആഗമനത്തിന്റെ ലക്ഷ്യമേതെന്നറിയോ? എപ്പോഴാണോ ഈ ഭൂമി അന്ധകാരത്തിലും അനീതിയിലും മുങ്ങിത്തുടിക്കുക, എല്ലായിടത്തും അനീതി നിഷേധിക്കപ്പെടുന്ന ഒരു ഇരുട്ട് പരടുന്ന കാലത്താണ് നീതി തുലാസിനെ പുനഃസ്ഥാപിക്കാൻ ഇമാം മഹ്ദി വരിക. അല്ലാഹു ഇമാം മഹ്ദിയെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ. ചിലപ്പോ കാണാൻ പറ്റിയാലോ, വരുന്ന കുറെ അടയാളങ്ങളൊക്കെ അല്ലാണ്ട് റസൂല് പറയാനുണ്ട്. പക്ഷെ ഇപ്പൊ അത് പറയാനുള്ള സമയമില്ല. എന്താണ് നീതി? ഈ നീതി തുലാസ് നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് തന്നെ നീതിയിലാണ്. അനീതികൾ ആവർത്തിക്കപ്പെട്ടാൽ, നീതി തുലാസ് നഷ്ടപ്പെട്ടു പോയാൽ എന്താണ് നീതി എന്ന് ലോകത്തോട് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും നീതിയെ കുറിച്ച് നിന്റെ സമൂഹത്തോട് ഓർമ്മപ്പെടുത്തി കൊടുക്കണം എന്ന ഒരു ദൗത്യം അല്ലാഹു ഏൽപ്പിച്ചത് നമ്മളെയാണ്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെ പ്രബോധനത്തിന് വേണ്ടി ലോകത്തോട് പറഞ്ഞു വിട്ടപ്പോ അവര് വന്ന കാലം അന്ധകാര നിബിഡമാണ്, അനീതി കൊടികുത്ത കാലമാണ്, ന്യൂനപക്ഷത്തെ അടിച്ചമർത്തപ്പെട്ട കാലമാണ്, പാവപ്പെട്ടവന്റെ കഴുത്തറുത്ത കാലമാണ്, സ്ത്രീകളുടെ മാനം തകർക്കപ്പെട്ട കാലമാണ്, അനാഥകൾക്ക് സനാഥത്വമില്ലാത്ത കാലമാണ്. അവർ വന്നുപോയ എല്ലാ പ്രവാചകന്മാരും വന്നത് ഇരുട്ടിന്റെ കാലത്തേക്കാണെന്നിരിക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇരുട്ടുകൊണ്ട് നിറഞ്ഞ ഈ ലോകത്തെ നന്മയുടെ വെളിച്ചത്തിലേക്ക് ആനയിക്കാമെന്ന പ്രവാചകന്മാരുടെ കയ്യിൽ ഞാൻ കൊടുത്തുവിട്ടത് നാപ്പാം ബോംബുകളല്ല, കാർപ്പറ്റ് ബോംബുകളല്ല, ആയുധങ്ങളല്ല, വടിവാളുകളല്ല,
പിച്ചാത്തിപ്പിടികളിലല്ല, യുദ്ധത്തിന്റെ കാഹളത്തിലല്ല, ഇരുളുമാറ്റിയിട്ട് വെളിച്ചം കൊണ്ടുവരാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ഞാൻ കൊടുത്തുവിട്ട അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമേതെന്നറിയുമോ? ആ പ്രവാചകന്മാരുടെ കയ്യിൽ ഞാൻ വേദഗ്രന്ഥങ്ങളെയും ഏടുകളെയും കൊടുത്തുവിട്ടിട്ടുണ്ട്. മഹാനായ മൂസാ നബിയുടെ കയ്യിൽ കൊടുത്തത് തൗറാത്ത് മാത്രമല്ല, ഈസാ നബിയുടെ കയ്യിൽ ഞാൻ ജനത്തിനോട് പറയാൻ കൊടുത്തത് ഇഞ്ചീൽ മാത്രമല്ല, ദാവൂദ് നബിയുടെ കയ്യിൽ സബൂർ മാത്രമായിരുന്നില്ല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വിശുദ്ധമായ ഖുർആൻ മാത്രമായിരുന്നില്ല. അവരുടെ വലത്തെ കയ്യിൽ സബൂറും ദാവൂദും തൗറാത്തും ഇഞ്ചീലും നൂറുകണക്കിന് ഏടുകളും ഉണ്ടെന്നിരിക്കെ അവരുടെ ഇടത്തെ കയ്യിൽ ഞാൻ കൊടുത്തുവിട്ടത് ഏതെന്നറിയോ? ഈ ലോകത്തിന് വെളിച്ചം നൽകാൻ പ്രവാചകന്മാരുടെ ഇടത്തെ കയ്യിൽ അവർ ഉയർത്തിപ്പിടിച്ചത് അവരുടെ ഇടത്തെ കയ്യിൽ ഞാൻ നീതി തുലാസിനെയാണ് കൊടുത്തുവിട്ടത്. എല്ലാ പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നത് അനീതി നിർത്തലാക്കാനാണ്, നീതിയെ ലോകത്ത് നിലനിർത്താൻ വേണ്ടിയാണ്. ഇതെല്ലാം പറഞ്ഞിട്ട് രണ്ടാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോ ലോകത്തുള്ള വിശ്വാസികളോട് നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഓതിയിട്ട് രണ്ടാമത്തെ ഖുത്ബ അവസാനിപ്പിക്കാവൂ. ഏതാണ് ആയത്തെന്നറിയോ? നീതി തുലാസിന്റെ ആയത്ത്, നീതിയുടെ നിഷ്ഠതയുടെ ആയത്ത്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി യഇദുകും ലഅല്ലകും തദക്കറൂൻ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു മാനവലോകത്തോട് 3 കാര്യങ്ങളെ കൽപ്പിക്കുന്നുണ്ട്, 3 കാര്യങ്ങളെ നിരോധിക്കുന്നുണ്ട്. എന്താണ് ഇസ്ലാം എന്ന് ചോദിച്ചാൽ അതിന്റെ ഒരൊറ്റ മറുപടി ഈ 3 കൽപ്പനകളും 3 നിരോധനങ്ങളുമാണ്. മാനവ സമൂഹമേ, മുസ്ലിം സമൂഹമേ, ഇന്നല്ലാഹ യഅ്മുറു, നിങ്ങളുടെ രക്ഷിതാവായ റബ്ബ് നിങ്ങളോട് കൽപ്പിക്കുകയാണ് 3 കാര്യങ്ങള്. അതിലൊന്നാമത്തേത് ഏതെന്നറിയോ? സ്വർഗ്ഗത്തെ കുറിച്ചല്ല, നരകത്തെ കുറിച്ചല്ല, മഹ്ശറിനെ കുറിച്ചല്ല, സിറാത്ത് കിടക്കുന്നതിന്റെ വേവലാതിയല്ല. മുസ്ലിമാണ്. ഒന്നാമത്തെ കൽപ്പന ബിൽ അദ്ലി, ജീവിതത്തിൽ നീതി പുലർത്തണേ. അനീതിയോട് രാജിയാവരുത്. ഒരാളോട് നിങ്ങൾ അനീതി പ്രഖ്യാപിക്കരുത്. ലോകത്തോട് ഉറക്കെ പറയുക, നിഷേധിക്കപ്പെട്ട നീതിയുടെ പേരിൽ തകർക്കപ്പെട്ട താടികക്കുലങ്ങളുടെ താഴെ തലകുനിച്ചു നിന്ന് കണ്ണീരുകൾ കവിൾത്തടത്തിലൂടെ തടം തല്ലി ആത്തൊടുക്കുമ്പോഴും ബാബരി മസ്ജിദിന്റെ മിനാരങ്ങൾ നമ്മെ വല്ലാതെ സങ്കടപ്പെടുത്തുമ്പോഴും സഹോദരങ്ങളെ, മുസ്ലിം ലോകമേ, നിങ്ങൾ ഉറക്കെ പറയാ, ഞങ്ങളുടെ മസ്ജിദ് തകർക്കപ്പെട്ടാലും അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയാലും അതൊരു സമൂഹത്തോട് അനീതി ചെയ്യാൻ ഞങ്ങൾക്ക് കാരണമല്ല. ഒരിക്കലും അനീതി ചെയ്യരുതേ. നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്നതിന്റെ പേര് അത് മറ്റൊരാളോട് അനീതി ചെയ്യാനുള്ള കാരണമല്ല. വലായ ചിരിമന്നക്കും ശനആനു ഖൗമിന അലാ അല്ലാ തഅദിലു ഇഅദിലു വഅഖറബു ലിത്തഖ്വാ. എന്റെ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ ഉത്തമമായ പൗരബോധ ജനാധിപത്യ ബോധമുള്ളവരോട് ഓർമ്മിപ്പിക്കട്ടെ, പടച്ചവന് പറഞ്ഞതെന്തെന്നറിയോ? പടച്ചറബ് പറഞ്ഞതെന്തെന്നറിയോ? വലായ ചിരിമന്നക്കും ശനആനു ഖൗമിന, ഏതെങ്കിലും ഒരു ജനതയോടോ ഒരു മതവിഭാഗത്തോടോ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിലൊരു അസംതൃപ്തി ഉണ്ടെങ്കിൽ ആ അസംതൃപ്തിയുടെ പേരിൽ ആ സമൂഹത്തോട് നിങ്ങൾ അനീതി കാണിക്കരുത്. അവരോടാണ് നീ നീതി കാണിക്കേണ്ടത്. അവരെയാണ് കൂടുതൽ സ്നേഹിക്കേണ്ടത്. അവരെയാണ് കൂടുതൽ അടുപ്പിച്ചു നിർത്തേണ്ടത്. അവരോടാണ് ഇസ്ലാമിന്റെ സൗന്ദര്യത്വം പറയേണ്ടത്. ആരോടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വൈരാഗ്യമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്. ഏതിലോ അവരോട് നിങ്ങൾ നീതി കാണിക്കുക. ആരാണോ നിങ്ങളെ ദ്രോഹിച്ചത് അവനോട് നീതി കാണിക്കലാണ്.
ഒരൽപ്പം കൂടി കടന്നിട്ട് ഖുർആൻ പറയുകയാണ്, തഖ്വയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് നിങ്ങളെ ദ്രോഹിച്ചവർക്ക് നീതി കൊടുക്കലാണ്. നിങ്ങൾക്ക് തഖ്വയുണ്ട് എന്നതിന്റെ അടയാളം നെറ്റിത്തടത്തിലെ തഴമ്പ് മാത്രമല്ല, നിങ്ങളെ ദ്രോഹിച്ചവർക്ക് നീതി കൊടുക്കലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 3 കാര്യങ്ങളെ അല്ലാഹു നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്. അതിലൊന്നാമത്തേത് നീതിയാണ്. 3 കാര്യങ്ങൾ അല്ലാഹു നിരോധിക്കുകയാണ്. ഇതാണ് ഇസ്ലാം. ഇതെല്ലാ വെള്ളിയാഴ്ചയും 2ാമത്തെ ഖുത്ബയിൽ നിങ്ങൾ പറയണം ലോകത്തോട്. എത്ര മനോഹരമാണ് ഇസ്ലാം, എത്ര മനോഹരമാണ് ഇസ്ലാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, ഇപ്പൊ എന്നെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, പാവപ്പെട്ട തങ്ങളെ തെറ്റിദ്ധരിച്ച മാതിരി. എന്റെ പൊന്ന് സഹോദരങ്ങളെ, താടികക്കുടങ്ങൾ തകർക്കപ്പെട്ടത് കൊണ്ടോ പള്ളികൾ ക്ഷേത്രങ്ങളായതുകൊണ്ടോ ഇന്ത്യ എന്ന ഈ മനോഹരമായ രാജ്യത്തിന്റെ വെളിച്ചം അത്രമേൽ കെട്ടുപോകും എന്ന് നിങ്ങൾ ആരും കരുതരുത്. ഈ രാജ്യം അത്ര പെട്ടെന്ന് തലകുനിക്കുന്ന ഒരു രാജ്യമല്ല. ഇതിന്റെ ഒരു മതേതര ജനാധിപത്യ ബോധ്യത്തിന്റെ അടിത്തറയുടെ കൽത്തൂണുകൾ അത്ര പെട്ടെന്നൊന്ന് ചെതലരിക്കപ്പെടില്ല. സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തുടക്കകാലം മുതലേ അടിച്ചമർത്തപ്പെടലിന്റെയും ആക്രോശത്തിന്റെയും ത്തിന്റെയും നടുവിലൂടെയാണ് ഈ സമുദായം കടന്നു വന്നിട്ടുള്ളത്. ഇത് കർബലയിൽ കരഞ്ഞ സമുദായമാണ്. ഹർ കർബല കെ ബാദ് ഇസ്ലാം ജിന്ദാ ഹോഗ. ഓരോ കർബലയ്ക്ക് ശേഷവും ഇത് ഉയർത്തെഴുന്നേറ്റ ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ കരയാനും തലകുനിക്കാനും വിധിക്കപ്പെട്ടവര് മാത്രമല്ല, പ്രതീക്ഷയോടെ ഭാവിയെ കാത്തു നിൽക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ വിഭജന കാലഘട്ടത്തില് നവകാലിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ അർദ്ധനഗ്നനായ ഫക്കീർ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിരാഹാരമിരുന്നത് ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിലൂടെ ഒഴുകിയ പാവപ്പെട്ട ഒരു സമുദായത്തിന്റെ രക്തത്തിന്റെ ചാലുകൾ കണ്ടിട്ടാണ്, അവരുടെ പുടുവരിച്ച മൃതദേഹങ്ങൾ കണ്ടിട്ടാണ്. ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ ഈ സമുദായത്തിന്റെ മൃതദേഹങ്ങളെ പുടുവരിച്ച കാലമുണ്ടായിട്ടുണ്ട്. ഡൽഹിയുടെ ഓടകളിലൂടെ ഈ സമുദായത്തിന്റെ രക്തമൊഴുകിയ ഒരു കാലം കടന്നു പോയിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചിട്ടാണ് ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രം ഇത്രമേൽ മനോഹരമായിട്ട് ഇപ്പോഴും ചിരിച്ചുകൊണ്ട് നിൽക്കുക. അതുകൊണ്ട് അസ്വസ്ഥരാവാതെ വൈകാരിക വിക്ഷുബ്ധതകൾക്ക് നമ്മുടെ ചിന്തകളെ അടിമപ്പെടാതെ വിവേകത്തോടുകൂടി ചിന്തിക്കാൻ കഴിയുന്ന ഒരു ദീർഘദൃഷ്ടി നമുക്കുണ്ടാവണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, ആരോടെങ്കിലും ഒരു വെറുപ്പുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അനീതി കാണിക്കരുത്, അവരോടാണ് നിങ്ങൾ നീതി കാണിക്കേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അത് ഞാൻ പറഞ്ഞ തെറ്റാണ്. തെറ്റാണെങ്കിൽ തിരുത്താം. എന്നേക്കാൾ വിവരമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ. എന്നെ പുറകെ ഇരിക്കുന്നവരെല്ലാം കൗമുല്ല യഷ്കാ ജലീസുഹു. അവരുടെ കൂടെ ഇരുന്നാൽ തന്നെ പറക്കത്തുള്ള ആളുകളാണ്, ഹദീസിൽ പറഞ്ഞ മാതിരി. അതുകൊണ്ട് വൈകാരിക വിക്ഷുബ്ധതകളുടെ ഒരു പ്രകടന പരതയിലേക്ക് നമ്മുടെ ക്ഷുഭിത യൗവനത്തിന് നമ്മൾ ആഹാരം എറിഞ്ഞു കൊടുക്കരുത്. അപകടം ചെയ്യും. അല്ലാഹു നമുക്ക് ബോധം തരാം. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഒരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അയാളോട് നിങ്ങൾ അയാളോട് അനീതി കാണിക്കരുത്. അത് രാജ്യത്തിന് മാത്രമല്ല, സമൂഹത്തിന് കാണിക്കരുത്, വീട്ടിൽ കാണിക്കരുത്. മരുമകളോട് ദേഷ്യമുണ്ടെങ്കിൽ അത് അവളോട് അനീതി കാണിക്കാനുള്ള കാരണമല്ല. ഭർത്താവിന്റെ മാതാവിനോട് ദേഷ്യമുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അവകാശങ്ങളെ നിഷേധിക്കരുത്. നിങ്ങളുടെ കുടുംബങ്ങളിൽ സഹോദരങ്ങളോട് സ്വത്ത് തർക്കത്തിൽ ദേഷ്യമുണ്ടെങ്കിൽ അത് അവനോട് അനീതി കാണിക്കാനുള്ള കാരണമല്ലെന്ന് വ്യക്തിഗത ജീവിതം മുതൽ അന്താരാഷ്ട്ര തലങ്ങൾ വരെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് നീതിയെ കുറിച്ചാണ്. അല്ലാഹു നമ്മളെ നീതിമാന്മാരാക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, അല്ലാഹു നമ്മളെ നീതിമാന്മാരാക്കട്ടെ. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പേഴ്സണാലിറ്റി നീതി എന്നതാണ്. അതുകൊണ്ടാണ് അർശിന്റെ തടല് കൊടുക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോ ഒന്നാമത്തെ ആൾ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളല്ല.
അർശിന്റെ തണല് കൊടുക്കുന്ന 7 വിഭാഗത്തെ മഹിസ്സറയുടെ കൊടുംചൂടിൽ അർശിന്റെ തണല് കൊടുക്കുന്ന ആദ്യത്തെ ആളെ എണ്ണിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മസ്ജിദ് നബവിയിൽ സ്ഥിരമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവനെന്നല്ല, വർഷം മുഴുവനും നോമ്പ് പിടിക്കുന്നവനല്ല, ലക്ഷങ്ങൾ സദഖ ചെയ്യുന്നവനല്ല, നാളെ പരലോകത്തിന്റെ പാരവശ്യതയിൽ പഠിച്ചവന്റെ പാരിതോഷികം പോലെ അവന്റെ മഹാസിംഹാസനത്തിന്റെ തണൽ ലഭിക്കുന്ന പ്രഥമ വിഭാഗമാരാ ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഭരണാധികാരി, ഇമാമുൻ ലഹു അദിലുൻ വമൻ ഫീ ഇബാദതു സാബിതു ഖാലില്ലാഹി ലാ ബിലാലി. നീതി നിർവഹിക്കുന്ന ഒരു ഭരണാധികാരി അവൻ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയാകണമെന്നില്ല, രാജ്യത്തിന്റെ ഗവർണറാകണമെന്നില്ല, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഒരു വാർഡിന്റെ കൗൺസിലറായ ഒരു വാർഡ് മെമ്പർ അവന്റെ വാർഡിലുള്ള മുഴുവൻ ആളുകളോടും അനീതി കാണിക്കാതെ നീതിയോട് പെരുമാറിയാൽ പഞ്ചായത്തിന്റെ സഹായധനങ്ങൾ, പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ, വാർഡ് മെമ്പർ എന്ന രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, രാഷ്ട്രീയ പക്ഷപാതിത്വമില്ലാതെ ഒരു വാർഡ് മെമ്പർ നീതി പ്രവർത്തിച്ചാൽ അവൻ അല്ലാഹുവിനെ അനുസരിക്കുന്നവനാണെങ്കിൽ നാളെ പരലോകത്തവൻ നിൽക്കുന്നതിന്റെ അർശിന്റെ തണലിലാണെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് സഹോദരങ്ങളെ, നീതിയാണ് വലുത്. അല്ലാഹു നമുക്ക് നീതി തരട്ടെ. വെള്ളിയാഴ്ച മിമ്പറിൽ ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ എന്ന് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കും. അതിന്റെ അർത്ഥം എന്താ? നമുക്ക് അർത്ഥം വല്ലതും അറിയാവോ? പള്ളിക്കര കത്തി ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ ഓതിയാൽ നമ്മുടെ ഇതുവരെ മനസ്സിലാക്കി എന്താണെന്നറിയോ? അതേവരെ സയ്യിദ് ദുഖാനി കാജാബീഡി വലിച്ച് ഹൗലിന്റെ കരയിൽ നിന്ന് ആളുകൾക്ക് സെക്കമ്പൽ അടിച്ചു നിസ്കാരം തുടങ്ങി എന്നുള്ള ഒരേ ഒരു അറിയിപ്പാണ് ഇന്നല്ലാഹു യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ. അല്ലേ? ഓടിവാടാ നിസ്കാരം തുടങ്ങാറായി, ഒട്ടക്കാരൻ ഓടിവാടാ നിസ്കാരം തുടങ്ങാറായി. ലോകത്തിലെ ഇസ്ലാം ഏതോ എന്ന് ചോദിച്ചാൽ അത് ഈ ഒരൊറ്റ ആയത്തിന്റെ ഉള്ളിലുണ്ട്. 3 കാര്യങ്ങൾ അല്ലാഹു നിങ്ങളോട് കൽപ്പിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് അതിന് നീതി ചെയ്യുക. രാജ്യത്തിന് മാത്രമല്ല, വ്യക്തികൾ മാത്രമല്ല, കൂടപ്പിറപ്പുകൾ മാത്രമല്ല. മക്കളോട് അനീതി ചെയ്യരുത്, ഭാര്യയോട് അനീതി ചെയ്യരുത്, ഭർത്താവിനോട് അനീതി ചെയ്യരുത്, സമൂഹത്തോട് അനീതി ചെയ്യരുത്. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതി അർഹതപ്പെട്ടത് നിഷേധിക്കാനുള്ള കാരണം അതല്ല. എന്റെ വാപ്പാന്റെ സ്വത്ത് ഞാൻ എന്റെ ഇളയ സഹോദരന് കൊടുക്കൂല. എന്തേ കാര്യം? അവൻ വാപ്പ മരിക്കുന്ന സമയത്ത് അവൻ കാണാൻ വന്നില്ല. അതിന് കാരണമില്ല, അവന്റെ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കാനുള്ള കാരണമല്ല. ആണോ? അത് അവനും അല്ലാഹുവും തമ്മിൽ തീർക്കേണ്ടതാണ്. ലോകത്തിലെ നീതിയുടെ പര്യായമാണ് ഉമർ റളിയല്ലാഹു അൻഹു. അനീതി കാണിച്ചു എന്ന് പറഞ്ഞ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ പിന്നെ ദേഷ്യം വരുമെന്ന്. ആ മനുഷ്യന് അനീതി എന്ന് കേൾക്കുന്നത് ഇഷ്ടമായിരുന്നില്ല. സഹോദരങ്ങളെ, ഈ നീതിയുടെ ഏറ്റവും വലിയ പുനരുദ്ധാരത്തിനു വേണ്ടി 3 കാര്യങ്ങളാണ് അല്ലാഹു നമ്മളോട് കൽപ്പിക്കുന്നതിൽ. ഒന്നാമത്തേത് ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ. 3 കാര്യങ്ങളെ അല്ലാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്, 3 കാര്യങ്ങളെ നിരോധിക്കുകയാണ്. അതിൽ സാധ്യമായതെല്ലാം പറഞ്ഞ് നമുക്ക് അവസാനിക്കാം. അതിൽ ഒന്നാമത്തേതാണ് നിങ്ങൾ അനീതി കാണിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ആ നീതിയുടെ നിർവഹണത്തിന് വേണ്ടി, ആ നീതി തുലാസിന്റെ നിർവഹണത്തിന് വേണ്ടിയാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുയായി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന നഗരത്തിൽ ഒരു പാതിരാത്രിയിൽ നടന്നു പോകുമ്പോ, ആ പാതിരാത്രിയിൽ നടന്നു പോകുന്ന സമയത്ത് അഭയാർത്ഥിയായി വന്ന ഒരു കുടിൽ നിന്നൊരു കൊച്ചിന്റെ കരച്ചിലുകൾക്ക് ദേശപ്രച്ഛന്നനായ ഉമർ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഉമ്മാ ഉസ്കുതി സബിയതകി, നിങ്ങളുടെ കുഞ്ഞിനോട് കരച്ചിലൊന്ന് നിർത്താൻ പറ. മദീന നഗരം മുഴുവനും ഉറക്കത്തിൽ കിടക്കുമ്പോ പൊന്നുമോൻ എന്തിനാണ് കരയുന്നതെന്ന് അഭയാർത്ഥിയായിട്ട് ഇവിടെ നിന്നോ വന്ന ഒരമ്മയോട് ചോദിക്കുമ്പോ ആ ഉമ്മ പറയുന്നുണ്ട്, സഹോദര, എന്റെ കുഞ്ഞു മുലപ്പാലിന് വേണ്ടി കരയുകയാണ്. എത്രമേൽ മനോഹരമാണ് നീതിയുടെ നിർവഹണമെന്ന് പഠിപ്പിച്ചു തരാൻ കടന്നു വന്ന മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്തേ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാത്തത്? ഭരണാധികാരിയായ ഉമറിന്റെ ഓർഡിനൻസ് ഇറങ്ങിയിട്ടുണ്ട്, മുലപ്പാല് കുടിമാറിയ കുട്ടികൾക്ക് റേഷൻ അരി കൊടുക്കൂ എന്ന്. മുലപ്പാല് കൊടുക്കുന്ന കുട്ടികൾക്ക് റേഷൻ നൽകുകയില്ല. സഹോദരങ്ങളെ, വലിയ ഒരു ക്ഷാമകാലം വന്നപ്പോ, ക്ഷാമകാലത്ത് തന്റെ രാജ്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി ഭരണാധികാരി പുറപ്പെടുവിച്ച ഒരു ഓർഡിനൻസ് ആണത്. അതുകൊണ്ട് ഞാൻ എന്റെ കുഞ്ഞിന്റെ മുലകുടി നിർത്താൻ ശ്രമിക്കുമ്പോ അവൻ കരയുന്നതാണെന്ന് പറയവേ, ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്നാൽ കുഞ്ഞിന് നിങ്ങൾ ഭക്ഷണം കൊടുക്കൂ എന്ന് പറയവേ, എന്റെ തലയിലിരിക്കുന്ന ഗോതമ്പിന്റെ ചാക്കെടുത്ത് താഴെ വെച്ച് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ആ മാവ് കടച്ചിട്ട് ചപ്പാത്തി ചുട്ട് തീ ഇങ്ങനെ ഊതി കത്തിക്കുമ്പോ പാതിരാ സമയത്ത് തീയുടെ ചൂട് കാരണത്താൽ ഇസ്ലാമിന്റെ ഭരണാധികാരിയുടെ മുഖം ഇങ്ങനെ ചുവച്ചു തുടുക്കുമ്പോ ആ ഉമ്മ പറയുന്നുണ്ട്, ഏ പ്രിയപ്പെട്ട മനുഷ്യ, പാതിരാ സമയത്ത് ഉറക്കം മാറ്റി വെച്ച് എന്റെ കുഞ്ഞിന്റെ കരച്ചിന്റെ കാരണം അന്വേഷിച്ച് പട്ടിണി മാറ്റാൻ എന്റെ കുടിലിൽ വന്ന് റൊട്ടി ചുട്ടു തരുന്ന ചെറുപ്പക്കാരാ, ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഉമറിനേക്കാൾ നല്ലവൻ നീയാണല്ലോ. ആ ഉമറിന്റെ ഒരു നിയമം കൊണ്ടാണ് എന്റെ കുഞ്ഞ് കരച്ചിലടക്കാത്തതെന്ന് പറയവേ, റൊട്ടി ചുട്ടുകൊണ്ടിരുന്ന അടുപ്പിൽ നിന്ന് റൊട്ടിയെടുത്ത കുഞ്ഞിന്റെ കയ്യിലേക്ക് കൊടുത്ത് കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തെല്ലാത്തത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയെ രാവിലെ സഹാബത്ത് വരുമ്പോ അന്ന് സുബഹി നമസ്കാരത്തിന് ഇമാമത്ത് നിൽക്കുമ്പോ ഉമർ റളിയല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഓതി സൂറത്ത് സാഫാത്ത് ആണ് ഓതുന്നത്. ഓതി മഹാനബികളെ ഈ ആയത്ത് ഓതി, വഖിഫൂഹും ഇന്നഹും മസ്ഊലൂൻ മാലക്കും ലാ തനാസറൂൻ. നാളെ പരലോകത്ത് പടച്ചവന്റെ മുമ്പിലെത്തുമ്പോ, രാജാതിരാജനായ അല്ലാഹുവിന്റെ മുമ്പിലെത്തുമ്പോ, അതിന്റെ മുമ്പിലൂടെ നടന്നു പോകവേ അല്ലാഹു ലോകത്തുള്ള മനുഷ്യരോട് പറയും, വഖിഫൂഹും, ആ പോകുന്നവനെ പിടിച്ചു നിർത്ത്, അവനോട് അവിടെ നിൽക്കാൻ പറ, അവന്റെ ഹിസാബ് തീർന്നിട്ടില്ല, അവന്റെ വിചാരണ അവസാനിച്ചിട്ടില്ല. ഇന്നഹും മസ്ഊലൂൻ, ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കാനുണ്ട്. ആ ആയത്തോതിയപ്പോ ബോധം കെട്ട് മുസല്ലയിലേക്ക് വീണു രാജ്യത്തിന്റെ ഭരണാധികാരി ഉമർ റളിയല്ലാഹു അൻഹു. നിസ്കാരം കഴിഞ്ഞ് ആളുകളെ താങ്ങി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോ, ഉമറേ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് കരയുന്നതെന്ന് ചോദിക്കവേ, സഹാബത്തിന്റെ മടിയിൽ തലവെച്ച് കിടന്നിട്ട്, സഹാബത്തെ നിങ്ങൾക്കറിയുമോ, നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് തന്നെ ഉമർ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ, നിൽക്കടാ ഉമറേ, ഉമറിനെ പിടിച്ചു നിർത്ത്, ഇന്നഹും മസ്ഊലൂൻ, ചില ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് ഉമറിനോട് പോയാൽ മതി എന്ന് ഏകനായ റബ്ബ് പറയുമ്പോ ഞാൻ എങ്ങനെയാണ് മുമ്പോട്ട് പോവുക? ഉമറേ, അതിനെന്ത്, നിങ്ങൾക്ക് സ്വർഗം വാഗ്ദാനം ചെയ്ത സഹാബിയല്ലേ? അല്ല അല്ല, ഇന്നലെ രാത്രിയിൽ ഉമറിന്റെ ഒരു ഓർഡിനൻസിന്റെ പേരിൽ ഒരു പാവപ്പെട്ട കുഞ്ഞു ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു തആല അവരുടെ മടിയിൽ കിടന്നിട്ട് ചോദിക്കുകയാണ്, കം ഖതല ഉമർ മിൻ ഔലാദിൽ മദീന, കം ഖതല ഉമർ മിൻ ഔലാദിൽ മദീന. ഈ മദീനയിലെ എത്ര കുഞ്ഞുങ്ങളെയാണ് ഈ ഉമർ കൊന്നുകളഞ്ഞത്? റേഷൻ കിട്ടില്ലെന്നറിഞ്ഞിട്ട് എത്ര ഉമ്മമാര് കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ,
അവരോട് കാണിച്ച അനീതിയുടെ പേരിൽ ഞാൻ എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചു മദീനത്തെ പള്ളിയുടെ മിഹ്റാബിന്റെ മുമ്പിൽ പൊട്ടിക്കരയുന്നുണ്ട്. വ്യക്തിത്വത്തിന്റെ ധവള പ്രകാശം കൊണ്ട് ലോകചരിത്രത്തെ വിസ്മയിപ്പിച്ച നീതിയുടെ പര്യായമായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരികൾക്ക് നീതി നഷ്ടപ്പെടുമ്പോ ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ് മദീനയുടെ നീതി എന്ന രണ്ടക്ഷരത്തെ തന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച ഉമർ റളിയല്ലാഹു അൻഹു. തീർന്നില്ല വെള്ളിയാഴ്ച മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ ഖുത്ബ ഓതുമ്പോ കൊച്ചുകുട്ടിയെ പോലെ വാവിട്ട് നിലവിളിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു അൻഹു. എന്നും നിലവിളിയും കരച്ചിരുന്നെ. ആ മനുഷ്യന്റെ ജീവിതം വല്ലാത്തൊരു ജീവിതമാണ്. അധാർമികതയുടെയും മതപതനത്തിന്റെയും അശ്ലീലത്തിന്റെയും അനാചാരത്തിന്റെയും അസുരതയുടെയും മേച്ചിൽപ്പുറങ്ങളിൽ നടന്ന് ഖുർആന്റെ വെളിച്ചം വാങ്ങിച്ച് ഹബീബിന്റെ ചാരത്തെത്തി പിന്നെ നന്മകളുടെ സുഹൃതത്തിലൂടെ കടന്നുപോയ ഉമർ റളിയല്ലാഹു അൻഹു അത് വല്ലാത്തൊരു മനുഷ്യനാണ്. മദീന നഗരത്തിന്റെ പാതിരാത്രിയില് ഏതോ ഒരു അഭയാർത്ഥി പെണ്ണിന് കൊടുക്കാനുള്ള റൊട്ടിയുടെ ഈ മാവ് ചുമന്നുകൊണ്ട് നടന്നു പോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലുകൾ വേച്ചു പോകുന്നുണ്ട്. കൂടെ നടക്കുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ട് എല്ലാ രാത്രിയിലും ഈ പാവങ്ങളെ സഹായിക്കലാണല്ലോ. നിങ്ങൾ ഉറങ്ങാതെ കാലുകൾ വേച്ചു പോകുന്നല്ലോ. ആ ഗോതമ്പിന്റെ ചാക്കെടുത്തിട്ട് എന്റെ തലയിലേക്ക് വെച്ച് ഒരല്പനേരം ഞാനത് ചുമക്കാമെന്ന് പറയവേ തിരിഞ്ഞു നിന്നിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഇപ്പഴെന്റെ കാലുകൾ വെച്ചപ്പോ നീ എന്റെ ഭാരം നീ ഏറ്റെടുക്കുമോ? എന്നാൽ ഒരു കാര്യം ചോദിക്കട്ടെ, അന്തലാ തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ അന്തലാ തഹ്മിലു ഔസാരി യൗമൽ ഖിയാമ. നാളെ പരലോക നാളില് എന്റെ പാപത്തിന്റെ ചുമട് അല്ലാഹു എന്റെ തലയിലെടുത്ത് വെച്ചാൽ ആ സമയത്ത് ഇബ്നു ഔഫേ ഒരല്പനേരം അതേച്ചു വാങ്ങി വെക്കാൻ നീ ഉണ്ടാകുമോ? ഇല്ല ഉമറേ, എന്നാ മാറി നിൽക്ക് എന്ന് പറഞ്ഞ് ലോകത്തെ വിസ്മയിപ്പിച്ച മനുഷ്യനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് അബൂലൂലയുടെ കുത്തേറ്റ് കുടൽമാല വെളിയിലോട്ട് ചാടി ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സന്ദർഭത്തില് സഹാബത്ത് വിളിച്ചു പറഞ്ഞത്, മദീനക്കാരെ വിളിച്ചു പറഞ്ഞത് ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്നത് ഉമറിനെയല്ല. കുഫിനത്ത് സഅദത്തുൽ ഇസ്ലാമി ബി അക്ഫാനി ഉമർ. ആ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോയി കബറടക്കുന്നത് ഇസ്ലാമിന്റെ നീതിയാണ്. അത് ഉമറല്ല, അത് ഇസ്ലാമിന്റെ നീതിയാണ്. ആരോടാണിത് പറയുന്നത്? സമയമില്ല സഹോദരാ. വെള്ളിയാഴ്ച മിമ്പറിൽ കരയുന്നു എന്റെ ഉമറേ. ആരോ വന്നിട്ട് പറഞ്ഞു, എന്റെ രാജ്യത്തിന്റെ അതിർത്തി പ്രദേശമായ ഇറാഖിലെ ദിജ്ല നദിയിൽ വെള്ളപ്പൊക്കമുണ്ടായിട്ട് ആ വെള്ളം കയറിയിട്ട് കരയിലെ മണ്ണിടിഞ്ഞു പോയെന്ന്. അതിനുമർ എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കവേ, എന്റെ അധികാര പരിധിയിൽപ്പെട്ട യൂഫ്രട്ടീസിലെ ദിജ്ല നദിയിലെ വെള്ളം വന്നിടിച്ച് ആ ദിജ്ലയിലെ മണ്ണിടിഞ്ഞു പോവുകയും അതിലൂടെ നടന്നു പോകുന്ന ഒരാട്ടിൻകുട്ടി എങ്ങാനും കാലുവഴുതിയിട്ട് ദിജ്ല നദിയിൽ വീണ് ആ ആട്ടിൻകുട്ടി എങ്ങാനും ചത്തുപോയാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ അല്ലാഹു എന്നോട് ചോദിക്കുമല്ലോ, ഉമറേ നീ ഭരിക്കുന്ന രാജ്യത്തില് വെള്ളപ്പൊക്കമുണ്ടായിട്ടൊരു നദിയുടെ മണ്ണിടിഞ്ഞു പോയിട്ട് എന്തുകൊണ്ട് കല്ല് കെട്ടിയിട്ടത് ശരിയാക്കിയില്ല എന്ന് അല്ലാഹു എന്നോട് ചോദിച്ചാൽ എന്റെ ജനതയോട് കാണിച്ച അനീതിയുടെ പേരിൽ ഉമർ എന്താണ് ചെയ്യുക? സഹോദരങ്ങളെ, റോഡിലെ കുടിയിൽ വീണിട്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു കാലത്താണ് ഞാനിത് പറയണത്. വെള്ളം കയറിയിട്ട് ഞാനൊരു രാഷ്ട്രീയം പറയുകയല്ല. ഏതാണെങ്കിലും എവിടെയാണെങ്കിലും നടന്നു പോകുന്ന റോഡിൽ വീണിട്ട് മനുഷ്യൻ മരിച്ചു പോകുന്ന ഒരു കാലത്ത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? കേരള കർണാടക അതിർത്തി പ്രദേശം പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ തലപ്പാടിയുടെ ചെക്ക് പോസ്റ്റിന്റെ മറുഭാഗത്തുള്ള ഒരു കാടിന്റെ ഭാഗത്തൊരു അരുവിയുടെ ഭാഗത്ത് മണ്ണിടിഞ്ഞു
മണ്ണിഞ്ഞിട്ടതിലൂടെ നടന്നുപോയ ആട്ടുംകുട്ടി തോട്ടിൽ വീണ് ചത്തുപോയപ്പോ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിന്റെ കസേരയിരുന്നിട്ട് മുഖ്യമന്ത്രി മുഖം പൊക്കി പൊട്ടിക്കരയാ. ചിന്തിച്ചു നോക്ക്. കാസർഗോഡ് തലപ്പാടിയിൽ ആട്ടുംകുട്ടി ചത്തതിന് തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തില് ഒരു ഭരണാധികാരി കരയാ. അങ്ങനെ കരയുന്ന ഭരണാധികാരിയെ സൃഷ്ടിക്കണമെങ്കിൽ മിമ്പറുകളുടെ പ്രഖ്യാപനം വേണം. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ. അല്ലാഹു നിങ്ങളോട് നീതി നടപ്പാക്കാനാണ് നിങ്ങളെ അല്ലാഹു ലോകത്തേക്ക് അയച്ചത്. മുസ്ലിം അനീതി കാണിക്കേണ്ടവനല്ല ആരോടും, ഒരാളോടും. ഇപ്പൊ ഭരണാധികാരികൾ ഒത്തിരി പറഞ്ഞാൽ പിന്നെ അത് രാഷ്ട്രീയമാണ്. ഞാൻ അതിനകത്ത് കിടക്കണില്ല. മഹാനായ ഉയൈന റളിയല്ലാഹു തആല അൻഹു മദീനയിലെ ഏറ്റവും വലിയ പ്രബലനായ സഹാബിയാണ്, ഉന്നത കുലജാതനാണ്. ഉയൈന റളിയല്ലാഹു തആല അൻഹു ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എനിക്ക് ഉമറിനെ ഒന്ന് പരിചയപ്പെട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത ആളല്ലേ, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു തരണം. ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു, വളരെ രസകരമാണ് ഇത് കേൾക്കാൻ. നമ്മളെ പോലെയുള്ള മനുഷ്യന്മാര് തന്നെയായിരുന്നു അവർ. പക്ഷെ അവർക്ക് അല്ലാഹുവിനെ പേടിയുണ്ടായിരുന്നു, ഹബീബിനെ അവർക്ക് ഇഷ്ടമുണ്ടായിരുന്നു. നമുക്ക് ഇത് രണ്ടില്ലാത്താണ് നമ്മുടെ പ്രശ്നം. അങ്ങനെ ചുരുക്കി പറയാം, ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉയൈന റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഉയൈന റളിയല്ലാഹു അൻഹു നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉന്നത കുലജാതനും അല്പ ഇച്ചിരി എന്താ പറയാ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കട്ടയ്ക്ക് പിടിച്ചു വെക്കണ ഒരല്പ ശുജായിയത്തും ഒരു ഇച്ചിരി നെഞ്ചുവിരിവും ഒട്ടും വിട്ടുകൊടുക്കാത്ത ആളാണ് ഉയൈന റളിയല്ലാഹു അൻഹു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു സമയം കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ വന്നു. ഉയൈന റളിയല്ലാഹു തആല അൻഹു അവിടെ കണ്ട കസേരയിലോട്ട് ഇരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നിരുന്നു. ഇരുന്നിട്ട് ഉയൈന റളിയല്ലാഹു തആല അൻഹു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളൊരു എന്താ പറയാ, ഒരു ഇച്ചിരി ഒരു വെയിറ്റ് ഇട്ടിട്ട് ചോദിക്കുമല്ലോ, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നീ ആരായാലും എനിക്കെന്താ, എനിക്ക് അറിഞ്ഞൂടാ. ഉമർ താൻ ആളെ നന്നായിട്ട് അറിയാം, ഉയൈന റളിയല്ലാഹു അൻഹു ആണെന്നറിയാം, എപ്പോഴും കാണുന്ന ആളുകളാണ്, ഇന്ന ഗോത്രക്കാരനാണെന്നറിയാം. പക്ഷെ ചോദ്യം ഉമർ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആരാന്ന് മനസ്സിലായ? ആ ചോദ്യത്തിൽ ഒരു ചെറിയൊരു അഹങ്കാരമുണ്ട്. ഉമർ താൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾ തീരെ അറിഞ്ഞൂടാ, നിങ്ങളാരാ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമർ താൻ വിട്ടുകൊടുക്കുന്ന ആളാണ്. ഉമർ അതിനേക്കാളും വലിയ ആളാണ്. ഉമർ വെച്ചാൽ എനിക്ക് നിങ്ങൾ അറിഞ്ഞൂടാ. ചില ആളുകളുണ്ട്, നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിൽ കല്യാണ സദസ്സായിരിക്കും, നിക്കാഹ് കഴിഞ്ഞ്, ഞാൻ പലപ്പോഴും കുടിക്കുന്നുണ്ട്, ഓടി വന്നിട്ട് ഉസ്താദ് എന്നെ മനസ്സിലായ? അയാളെ മുഖത്തോട്ട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ചിലപ്പോൾ വലിയ പരിചയത്തിൽ വരെയായിരിക്കും, അദ്ദേഹത്തോട് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ആകെ കുടുങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ഒന്ന് ചിരിക്കും. മനസ്സിലായില്ല, ഉസ്താദ് ഒന്ന് മുഖത്തോട്ട് സൂക്ഷിച്ചു നോക്കിക്കേ, എന്നെ മനസ്സിലായോ? ആകെ കൊടുക്കുന്ന പൊന്നു മനുഷ്യന്മാരെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. നമ്മൾ അദ്ദേഹത്തോട് എനിക്ക് ഇതിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചിലപ്പോൾ നമ്മളോട് വലിയ അടുപ്പമുള്ള ആളായിരിക്കും. ഒത്തിരി പേരെ കാണുന്നതുകൊണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവില്ല. ബാക്കിയാത്തിൽ എന്റെ കൂടെ 2 വർഷം ഉണ്ടായിരുന്ന എന്റെ സുഹൃത്തിനെ 20 വർഷത്തിന് ശേഷം ഞാൻ മിനിങ്ങാന്ന് കണ്ട്, എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. എന്റെ നാട്ടിലെ കല്യാണത്തിന് സലാം പറഞ്ഞു, കുറെ നേരമൊക്കെ എന്റെ അടുക്കൽ നിന്ന് അവരോട് വർത്താനമൊക്കെ പറഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ട് കഴിച്ചിട്ട് വരുമ്പോ ആ സുഹൃത്ത്, എനിക്ക് മനസ്സിലായില്ല, 20 വർഷം കഴിഞ്ഞാണ് ആ സുഹൃത്ത് ഭക്ഷണം കഴിച്ചിട്ട് എന്റെ മുഖത്ത് ഇങ്ങനെ നടന്നു വരിക. കുറെ ആളുകളുണ്ട്, എന്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾ ഇങ്ങനെ കാണിച്ചു, ഇടത്തെ കൈ കൊണ്ട്. ആ ഇടത്തെ കൈ കൊണ്ട് ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എടാ നീ ഫളിലുള്ള മൗലവിയല്ലേ, ആ ഇടത്തെ കൈ ഉപയോഗിക്കും. ആ ഒരൊറ്റ കാലത്ത് മനസ്സിലായി. അങ്ങനെ ആരോടും ചെയ്യരുത്. നേരെ പോയിട്ട് പറഞ്ഞാൽ ഞാൻ ഇന്ന ആളാണ്, എൻ്റെ പേരിതാണ്, ഉസ്താദിന് ഞാൻ പണ്ട് അവിടെ വരുമ്പോൾ പ്രസിഡന്റ് ആയിരുന്നു, സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് ഒഴിവാക്കണം, നിർത്തി കരിച്ചു കളയരുത്. സൂക്ഷിച്ചു നോക്കി ആകെ ഇടങ്ങേറോ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മഹാനായ ഉയൈന റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമറേ ഞാൻ ആരാന്ന് മനസ്സിലായോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് നിന്നെ മനസ്സിലായില്ല, ഈ ആരാ? ഉമർ താനെ ചോദിച്ചു, ഈ ആരാ? മലപ്പുറംകാരി ചോദിക്കണ ഇജ്ജാരാ? മലപ്പുറത്തുകാർ അങ്ങനെ ചോദിക്കുക, ഇജ്ജാരാ? എനിക്ക് നീയും നിനക്ക് ഞാൻ, നമ്മൾ നേരെ ചൊവ്വേ പറഞ്ഞ 12 അക്ഷരമുണ്ട്. മലപ്പുറത്തോട്ട് പോയിട്ട് അവർ ചോദിച്ചാൽ 4 അക്ഷരമാണ്, ജിച്ചു ചിജു.
ഓരോ ഭാഷ വ്യത്യാസമുണ്ട്. പെരുമ്പാവൂരോട് വന്ന എവിടെ നോക്കണാറും ഒരു ജായിദയായ എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ആളുകളാണ് ഈ പെരുമ്പാവൂർ ആലുവയുള്ളത്. നോക്കണാറും അവിടെ പോകാറുണ്ട്. ഒരു ജായിദയായ റായുണ്ടാവും. ഉയൈന റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നീ ആരാ? ഉയൈന റളിയല്ലാഹു അൻഹുവിന് ഉമറിന്റെ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഉയൈന റളിയല്ലാഹു അൻഹു തക്ക മറുപടി പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? അനിൽ കരീം വബിനുൽ കരീം വബിനുൽ കരീം. ഞാൻ മാന്യനാണ്, എന്റെ വാപ്പ മാന്യനാണ്, എന്റെ വാപ്പയുടെ വാപ്പ മാന്യനാണ്. ഉമറെ നിനക്കറിയോ? രണ്ടുപേരും വിട്ടുകൊടുത്തില്ല. ഉമർ റളിയല്ലാഹു തആല ഉടനെ ചോദിച്ചു, നീ ആരാണെങ്കിൽ എനിക്കെന്ന നീ അന്തൽ ഖബീസ് വബിനുൽ ഖബീസ് വബിനുൽ ഖബീസ്. നീ നിന്നനാണ്, നിന്റെ വാപ്പയും മോശമാണ്, നിന്റെ വാപ്പാന്റെ വാപ്പയും മോശമാണ്. ഉമറെ നീ എന്താ അങ്ങനെ പറയാ? പിന്നെ എങ്ങനെ പറയണം? ഉയൈന അനൽ കരീം വബിനുൽ കരീം വബിനുൽ കരീം എന്ന് പറയുന്നത് ആരെ കുറിച്ചാ? അത് മറ്റാരുമല്ല, അത് ഇബ്രാഹിം ഇബ്നു യൂസുഫ് ഇബ്നു യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഇബ്രാഹിം നബിയെ, യാക്കൂബ് നബിയെ, യൂസുഫ് നബിയെ കുറിച്ച് പറഞ്ഞല്ലേ? അതെങ്ങനെയാ നീ ആകുന്നത്? എന്നോട് കളിക്കണ്ട. അന്തൽ ഖബീസ് വബിനുൽ ഖബീസ് വബിനുൽ ഖബീസ്. നീയും മോശമാണ്, നിന്റെ വാപ്പയും വൃത്തികെട്ടവനാണ്, നിന്റെ ഉപ്പാപ്പയും മോശക്കാരനായ ആളാ. അതേവരെ കേട്ട് നിന്ന ഉയൈന റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിന്നില്ല. ആ സമയത്ത് ഉയൈന റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, ഞാനല്ല മോശം, എന്റെ വാപ്പയല്ല മോശം. നീ ആരെന്നറിയോ? എല്ലാരും നിന്നെ പുകഴ്ത്തുന്നുണ്ടാവാം, പക്ഷേ അന്തലാ തഅദിലു ഫിൽ ഖളായാ. നിന്റെ ഭരണത്തിൽ നീതിയില്ല ഉമറേ. നീ അനീതിക്കാരനാണ്, നീ ആളുകൾക്ക് നീതി നിഷേധിക്കുന്നവനാണ്. നിന്റെ ഭരണത്തിന്റെ കീഴിൽ നീതിയില്ല ഉമറേ. അതേവരെ നീതിയുടെ പര്യായമെന്ന് ലോകചരിത്രം പരിചയപ്പെടുത്തിയ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ അനീതി കാണിക്കുന്നെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഓടിച്ചെന്ന് തന്റെ വീടിന്റെ മതിലിൽ തൂക്കിയിട്ട വാളെടുത്തു കൊണ്ടുവന്ന് ഉയൈന റളിയല്ലാഹുവിന്റെ കഴുത്തിൽ ചുമാക്കി വെട്ടാൻ പോയപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസാനത്തെ വാക്ക് അരയിൽ തൂക്കിയിട്ട വാളാണല്ലോ. നീ എന്താ പറഞ്ഞത്? ഏത് പറഞ്ഞാലും ഞാൻ സഹിക്കും, ഞാൻ അനീതിക്കാരനാണെന്ന് പറഞ്ഞാൽ സഹിക്കില്ലെന്ന് പറഞ്ഞ് തലവെട്ടാൻ പോയപ്പോ ഇത് കണ്ടുകൊണ്ടിരുന്ന ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉമറേ, നീ എന്താ ചെയ്യാൻ പോകുന്നത്? ദേശം കൊണ്ട് ജ്വലിച്ചിട്ട് കഴുത്ത് വെട്ടാനെന്ന കയ്യിലേക്ക് പിടിച്ചിട്ട്, ഉമറേ, നീ എന്താ ചെയ്യുക? ഈ മദീനയിലെ ഏറ്റവും പ്രബല കുടുംബക്കാരനായ ഉയൈനയുടെ തലവെട്ടിയാൽ മദീനയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നിനക്കറിയോ? ക്ഷമിക്കൂ ഉമർ. ഉമർ റളിയല്ലാഹു അൻഹു ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈതട്ടി മാറ്റി മാറ് ഹിറ. ആ സമയത്താണ് ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച വാളുമായിട്ട് തലവെട്ടാൻ നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കടന്നു പിടിച്ചിട്ട് ഹിർറത്ത് ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഉമറേ, അമാ സമയത്തും ഖൗലല്ലാഹ്, അല്ലാഹുവിന്റെ ഖൗൽ നീ കേട്ടിട്ടില്ലയോ? വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി, ഖുദിൽ അഫ്വ വഅ്മുറു ബിൽ ഉർഫി വഅരിദ് അനിൽ ജാഹിലീൻ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ദേഷ്യം വരുമ്പോ മറ്റൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ അനീതി കാണിക്കരുത്. ഖുദിൽ അഫ്വ, ക്ഷമിക്കാൻ പഠിക്കുക. വഅ്മുറു ബിൽ ഉർഫി, നല്ല കാര്യത്തെ പറഞ്ഞു കൊടുക്കുന്നല്ലേ റബ്ബ് പറഞ്ഞത്. ഈ ആയത്തോതിയപ്പോ സഹോദരങ്ങളെ, അതേവരെ കോപം കൊണ്ട് ജ്വലിച്ചു നിന്ന ഉമർ റളിയല്ലാഹു അൻഹു കൈകൾ തളർന്നു പോയി, കയ്യിൽ നിന്ന് വാട് താഴോട്ട് വീണു. ഉയൈന റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉയൈന,
ഞാനാണ് നിന്നോട് അനീതി കാണിച്ചത്, നീ എന്റെ അതിഥിയായിരുന്നു, പക്ഷെ നീതിപൂർവം നിന്നോട് ഞാൻ പെരുമാറിയില്ല. ഈ ഉമറിനെ നീ പൊറുത്തു തരണേ എന്ന് പറഞ്ഞ് ഉയൈനന്റെ കയ്യിൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞു. മഹാനായ നീതിയുടെ പര്യായമായ സയ്യിദനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ചരിത്രം ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു പേര് കൊടുത്തിട്ടുണ്ട്, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്. പടച്ചോന്റെ ഖുർആൻ എന്ന് പറഞ്ഞു അവിടെ നിൽക്കുന്ന ആൾ, വഖാഫുൻ ഇൻദ കിതാബില്ലാഹ്, ഖുർആൻ പറഞ്ഞെടുത്ത് നിൽക്കുന്ന ആൾ. അതുകൊണ്ട് ചുരുക്കി പറയാം, ഒറ്റ കാര്യത്തിലേ എത്തിയിട്ടുള്ളൂ. ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അവരോട് അനീതി കാണിക്കരുത്, ആരോടും അനീതി കാണിക്കരുത്. നീതിക്ക് വേണ്ടി നിലനിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ.